ഡോക്ടർ സുൽഫി, അപ്പം തിരുവനന്തപുരത്തെ കാര്യം, ഈ നെയ്യാറ്റിൻകരയിലെ കാര്യം, കോളർ, അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം സോഴ്സ് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പുറത്തുനിന്നുള്ള ഭക്ഷണം അവസാനമായി ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നത് 10 ദിവസത്തിന് മുൻപാണ്. 5 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും കോളറ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പം ആ ഒരു സോഴ്സ് കണ്ടെത്തേണ്ടത് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ആദ്യമായി ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. ഈ കോൾഡ്ര വിഷയത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. കോൾഡ്ര ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ നമുക്കതൊരു ഒരു ഒരു വളരെ വളരെ അപകടകരമായ എന്നാൽ വളരെ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ്. ഇത് രണ്ടും നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന രോഗവും എന്നാൽ വളരെ പെട്ടെന്ന് അപകടത്തിലേക്ക് പോകാൻ ഉള്ള സാഹചര്യമുള്ള ഒരു രോഗവുമാണ്. നമുക്കറിയാം കോൾഡ്ര ട്രീറ്റ്മെന്റിൽ കോൾഡ്രയുടെ രോഗലക്ഷണങ്ങൾ ഇതുകൂടി ചുരുക്കി പറഞ്ഞു പോകാതെ നിവൃത്തിയില്ല. കോൾഡ്രയുടെ സോഴ്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കണ്ടുപിടിക്കുന്നത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നത് തന്നെയാണ്. പലപ്പോഴും നമുക്ക് അത്തരം ഒരു കാര്യം കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ പൊതുവെ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട ഈ നടപടി, അതായത് നമുക്ക് പ്രത്യേകിച്ച് ഇത് ബാധിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പരിസരത്തുണ്ടാകുന്ന ആൾക്കാർ തന്നെ വയറിളക്കം, ഛർദ്ദിൽ രോഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ ചികിത്സ വൈകരുത്. സ്വയം ചികിത്സ ആദ്യം ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ആരംഭിക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 6 സ്പൂണ് പഞ്ചസാരയും 1 സ്പൂണ് ഹാഫ് സ്പൂണ് സോൾട്ടും ഇട്ടിട്ട് ഓറൽ റീഹൈഡ്രേഷൻ ആരംഭിക്കുക. എത്രയും പെട്ടെന്ന് ഓറൽ റീഹൈഡ്രേഷൻ കവേഴ്സ് പാക്കറ്റ്സ് നമുക്ക് ലഭ്യമാകും. അത് ഉപയോഗിക്കാൻ തുടങ്ങുക. ആശുപത്രിയിൽ ഡോക്ടറുടെ ചികിത്സ തേടുക. അത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. കാരണം ആശുപത്രിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും സോഴ്സ് നാം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. മീൻവൈൽ എല്ലാ രോഗികളും എല്ലാ ആൾക്കാരും ശുദ്ധജലം മാത്രം ഉപയോഗിക്കുന്ന ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുളിക്കുവാനും കുടിക്കുവാനും എല്ലാത്തിനും ഉപയോഗിക്കുക. പാചകം ചെയ്യുവാനും അത് ഉപയോഗിക്കുക. ഓരോ തവണയും ടോയ്ലറ്റിൽ പോയതിനു ശേഷം ശുദ്ധമായി കൈകൾ കഴുകുന്നെന്ന് ഉറപ്പാക്കുക. സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുന്ന ഉറപ്പാക്കുക. മറ്റ് ഇൻവെസ്റ്റിഗേഷൻസും മറ്റതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ തുടർന്നു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരുവാനും കഴിയും. ശരി, വളരെയധികം നന്ദി ഡോക്ടർ സുൽഫി.